ഹായ്, ഹലോ. ഹായ് നന്ദന. ഹായ് ശ്രീരാജ്. ഹായ് റിസാൻ. ഹായ് ജെസ്സി. ഹായ് VM ബ്ലോഗ്സ് ആൻഡ് ജോഷ്മി, നന്ദന. ഞാൻ എന്നും വിചാരിക്കും നിങ്ങളായിട്ടൊരു സെക്ഷൻ ഒരു ടോക്കിംഗ് സെഷൻ ചെയ്യണമെന്ന്. ഞാൻ ഇന്നലെ ഒന്ന് ലൈവ് വന്നായിരുന്നു, പക്ഷെ ആരും ആ സമയത്ത് അവൈലബിൾ ആയിരുന്നില്ല. ഹായ് സജീല. സോ നമുക്ക് കുറച്ച് സംസാരിക്കാം. കുറച്ച് നേരം സംസാരിച്ച ശേഷം നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. ഓക്കെ. സോ നിങ്ങൾക്കിപ്പം നിങ്ങളുടെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇപ്പോൾ ഏഞ്ചൽസ് നമ്പേഴ്സിനെ കുറിച്ചോ ടാരോ റീഡിങ്ങിനെ കുറിച്ചോ അതേപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പം ക്ലിയർ ചെയ്യാവുന്നതാണ്. സ്പെല്ലിനെ കുറിച്ചൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. റീഡിങ്സിനെ കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്യാം നമുക്ക്. ഓക്കെ. അതിനുശേഷം നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാവുന്നതാണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കൂ. അതേപോലെ തന്നെ നമ്മളിവിടെ ഹീലിംഗ് സെഷൻസ് ഇപ്പം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹീലിംഗ് സെഷന് പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയാവുന്നതാണ്. നമ്മൾ മെയിനായിട്ട് രേക്കി ഹീലിംഗ് ആണ് ചെയ്യുന്നത്. ഡിസ്റ്റൻസ് ഹീലിംഗ് ആണ് ചെയ്യുന്നത്. 30 മിനിറ്റ്സ് ആണ് രേക്കി ഹീലിംഗ് ആയിട്ട് വരുന്നത്. രേക്കി ഹീലിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഓറഞ്ച് ക്ലെൻസ് ചെയ്യുക, ചക്രാസ് ബാലൻസ് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന തടസ്സങ്ങൾ, നിങ്ങളുടെ ലൈഫിനിപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെസ്സായിട്ടിരിക്കുന്ന ആൻസൈറ്റി ഉണ്ട്, അതേപോലെ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് ഭയങ്കര പെയിൻ അനുഭവിക്കുന്നു, ഇതൊക്കെ നിങ്ങൾക്കൊന്ന് റിലീസ് ആവണം, എന്നൊക്കെ നിങ്ങൾക്ക് പുറത്ത് വരണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രേക്കി ഹീലിംഗ് ചെയ്യാവുന്നതാണ്. ഓക്കെ. രേക്കി ഹീലിംഗ് ചെയ്യുന്നത് കുറേ കൂടെ ബെറ്റർ ആയിരിക്കും. നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ നിങ്ങൾക്ക് നല്ലവണ്ണക്ക് ഒരുപാട് പേര് ഇപ്പോൾ ഹീലിങ്സ് ചെയ്യുന്നുണ്ട്. എൻ്റെ അടുത്ത് ഹീലിങ്സ് എടുക്കുന്ന ആരെങ്കിലും കമൻറ്റ് ഇപ്പം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കമൻസിലൂടെ പറയാവുന്നതാണ്. ഓക്കെ. സോ ഒരുപാട് പേര് രേക്കി ഹീലിംഗ് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രേക്കി ഹീലിംഗ് എടുക്കാം. 1 ഡേ ആണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കൂ കേട്ടോ. ടാരോ റീഡിങ്ങിനെ കുറിച്ചോ ഏഞ്ചൽസ് നമ്പേഴ്സിനെ കുറിച്ചോ എൻ്റെ റീഡിങ്സിനെ കുറിച്ചൊക്കെ. ദേവനന്ദ്, ഹായ് ദേവനന്ദ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ. നമുക്കൊരു ടോക്കിംഗ് സെഷൻ കഴിഞ്ഞ ശേഷം റീഡിങ്ങിലേക്ക് പോകാവുന്നതാണ് കേട്ടോ. സോ ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടോ? നമ്മളിപ്പോൾ ലൈവ് റീഡിങ് ചെയ്യുന്നത്, അതേപോലെ തന്നെ നമ്മളിപ്പോൾ പുതിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഏഞ്ചൽ നമ്പേഴ്സിനെ കുറിച്ചാണ് വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരുപാട് പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഹായ് പ്രീത. ഓക്കെ. ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു ഏഞ്ചൽസ് നമ്പേഴ്സിനെ കുറിച്ച്. സോ ഞാൻ സീരിയസ് ആയിട്ട് ചെയ്യാനാണ് വിചാരിക്കുന്നത്. അതായത് ഇപ്പം ഞാൻ ചെയ്തിരിക്കുന്ന വീഡിയോ 111 എന്ന് പറയുന്ന ഏഞ്ചൽ നമ്പറിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ചെയ്തിരിക്കുന്നത്. കാരണം എന്ന് പറയുന്നത് ഓരോ ഏഞ്ചൽ നമ്പേഴ്സിനും ഓരോ ഡിഫറെൻറ്റ് മീനിങ്സ് ആണുള്ളത് കേട്ടോ.
ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് മീനിങ്സാണ് നമ്മൾ ഓരോ ഏഞ്ചൽ നമ്പേഴ്സിന് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ നിങ്ങൾക്ക് ട്രിപ്പിൾ വണ്ണിൻ്റെ ഒരു സെൻറ്റൻസിൽ 2 സെൻറ്റൻസിൽ നമുക്കതിൻ്റെ മീനിങ് പറഞ്ഞ് തീർക്കാം. പക്ഷേ നിങ്ങളുടെ ലൈഫായിട്ട്, കരിയർ, റിലേഷൻഷിപ്പ്, സ്പിരിച്വലായിട്ടും ഒക്കെ കണക്ട് ചെയ്യുമ്പം ഡിഫറെൻറ്റ് മീനിങ് ആണ് ഓരോ ഏഞ്ചൽ നമ്പേഴ്സിനും വരുന്നത്. അതായത് ഏഞ്ചൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഡിവൈനിൽ നിന്ന് നിങ്ങളിലോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നൊരു എനർജിയാണ്. മനസ്സിലായോ? അത്രയും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കണക്ഷനാണ് ഏഞ്ചൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് ഏഞ്ചൽ നമ്പേഴ്സിൻ്റെ വീഡിയോ ചെയ്തിരിക്കുന്നത് ഞാനിപ്പം 111 മാത്രമേ ചെയ്തിട്ടുള്ളൂ. ആർക്കെങ്കിലും 222ൻ്റെയോ ബാക്കി ഏഞ്ചൽസ് നമ്പേഴ്സിനെ കുറിച്ചുള്ള അറിയണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ആരെങ്കിലും ഒരാൾ കമൻറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിലും ഞാൻ ഉറപ്പായിട്ട് വീഡിയോ ചെയ്യും. കാരണം ഇപ്പോൾ ചെയ്തിരിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മതിയുള്ള ബാക്കി നമ്പേഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കേട്ടോ. അതേപോലെ നമ്മുടെ ലൈവ് റീഡിങ് ഫ്രീ റീഡിംഗ് ആണ്. അതേപോലെ നിങ്ങൾക്ക് പെയ്ഡ് റീഡിങ് എടുക്കാവുന്നതാണ്, ഡീറ്റെയിൽ റീഡിങ് എടുക്കാവുന്നതാണ്. 2 ക്വസ്റ്റിന് ചാർജ് ചെയ്യുന്നത് 99 റുപ്പീസാണ്. സോ ആർക്കെങ്കിലും ഇപ്പോൾ ഈ ടൈമിൽ പെയ്ഡ് റീഡിങ് വേണമെന്നുണ്ടെങ്കിലും പറയാവുന്നതാണ്. 1 ക്വസ്റ്റിനാണ് നമ്മൾ ഫ്രീ റീഡിംഗ് ആയിട്ട് തരുന്നത് കേട്ടോ. ഹായ് സുനിത, ഹായ് രേജു. ലൈക്ക് നമ്പറിലൂടെ തന്നെ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് മാക്സിമം ചോദിക്കുക. അതേപോലെ തന്നെ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് പെയ്ഡ് റീഡിങ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. പെയ്ഡ് റീഡിങ് വേണ്ടവർക്ക് ഞാൻ ഇവിടെ QR കോഡ് ഷെയർ ചെയ്യുന്നതാണ്. അതേപോലെ നമ്മുടെ ലൈവായിട്ട് ചെയ്യുന്ന വീഡിയോസൊക്കെ തന്നെ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ. ഓക്കെ. സോ എല്ലാവരുടെ ക്വസ്റ്റ്യൻസ് ഞാൻ വായിക്കുന്നതാണ്. സോ എല്ലാവരും വെയിറ്റ് ചെയ്യുക, പേഷ്യൻ്റ് ആയിട്ട് തന്നെ ഇരിക്കുക. ഓക്കെ. എന്തായാലും നിങ്ങൾക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ള ലൈവ് റീഡിങ് തന്നെ ആയിരിക്കട്ടെ. അതായത് നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ആശങ്കക്കും അതേപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള റീഡിങ് നിങ്ങൾക്ക് കിട്ടട്ടെ. നിങ്ങൾക്ക് ഇന്ന് മെയിനായിട്ട് നമുക്ക് സെയിൻറ്റ് എക്സ്പെർട്ടിൽ നിന്നുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള മെസ്സേജസും അതേപോലെ തന്നെ ഏഞ്ചൽസ് നിന്നുള്ള മെസ്സേജസ് ആയിട്ടാണ് വരുന്നത്. സോ നിങ്ങൾക്ക് 1 മിനിറ്റ് പ്രേ ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾക്ക് ആ ഒരു ക്യാൻഡിൽ നോക്കിയിട്ട്, ആ ക്യാൻഡിൽ നിങ്ങളിപ്പം തന്നെ ശ്രദ്ധിച്ച് നോക്കുന്നുണ്ടെങ്കിൽ അറിയാം, നമ്മളിപ്പോൾ സെയിൻറ്റ് എക്സ്പെർട്ടിൻ്റെ ഒരു ഫോട്ടോ അവിടെ വെച്ച സമയത്ത് ആ ക്യാൻഡിൽ നിന്നുള്ള എനർജി ചേഞ്ച് ആയി നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. സോ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ വേണ്ടി പറ്റുന്നതാണ്. ഹായ് ശ്രുതി. സോ ആ ക്യാൻഡിൽ നിന്നുള്ള ലൈറ്റ് എനർജി നേരെ ഡയറക്റ്റായിട്ട് സെയിൻറ്റ് എക്സ്പെർട്ടിലേക്ക് പോയിക്കുന്നുണ്ടോ? ആ ഒരു ഇൻറ്റൻസിറ്റി ലൈറ്റ് ബ്രൈറ്റ് ആയിരിക്കുന്നത് കണ്ടോ? നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഓക്കെ. അതേപോലെ ചാനൽ ആദ്യമായിട്ടായാലും വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ പേഴ്സ് റീഡിങ് എടുക്കാൻ വേണ്ടി താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്യുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് അടുക്കാം. ഓക്കെ, എല്ലാവരും നിങ്ങളുടെ പേഴ്സിൻ്റെ ഫേസ് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. 3 ടൈംസ് റിപ്പീറ്റ് ആയിട്ട് അവരുടെ പേര് പറയുക. അതിനുശേഷം നിങ്ങൾ റീഡിങ് കേൾക്കുക. സോ ഈ റീഡിങ്ങിലുള്ള എല്ലാ പോസിറ്റീവ് ആയിട്ടുള്ള ഫീലിങ്സും നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ആവട്ടെ. ഓക്കെ.
സോ വളരെ ബ്രൈറ്റായിട്ട് തന്നെ ക്യാൻഡിൽ ഇന്നുണ്ട്. ഓക്കെ. ഹായ് ചിന്നു. സോ ക്യാൻഡിൽ ഹായ് രശ്മി. സോ ക്യാൻഡിൽ നിന്നുള്ള ലൈറ്റ് എനർജി നിങ്ങൾ കാണുന്നുണ്ടോ? ഹായ് ശിവ. ഐ ലവ് യു ടു ചിന്നു. സോ നിങ്ങൾ ഇപ്പം എൻ്റെ ലൈവ് വീഡിയോ ഡെയിലി കാണുന്നവർക്കറിയാം. സോ നമ്മൾ എല്ലാ ടൈമിലും ലൈവ് വീഡിയോസിനകത്ത് ക്യാൻഡിൽസ് യൂസ് ചെയ്യാറുണ്ട്. കവിനീഷ് നോ ഹിന്ദി, യു ക്യാൻ ആസ്ക് യുവർ ക്വസ്റ്റ്യൻ ഇൻ ഇംഗ്ലീഷ് ഡിയർ. ഓക്കെ. നമ്മളെല്ലാ വീഡിയോസിലും നമ്മൾ ക്യാൻഡിൽ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇത് കണക്കൊരു ബ്ലെസ്സിങ് എനർജി ആയിട്ട് ക്യാൻഡിൽ വരുന്നത് ഫസ്റ്റ് ടൈമാണ്. സോ അതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്കായിട്ട് ഡയറക്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടും കൂടെയാണ് ഇന്ന് സെയിൻറ്റ് എക്സ്പീരിയൻസിനും കൂടെ നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു വീഡിയോയിലേക്ക് കൊണ്ടുവന്നത്. കാരണം സെയിൻറ്റ് എക്സ്പീരിയൻസ് സ്പെല്ലിൽ ഞാൻ ഒരുപാട് പേരോട് പറയപ്പം ചിലർക്കൊരു കൺഫ്യൂഷനാണ്, ഇത് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമോ ഇല്ലയോ എന്താണെന്നൊരു കാര്യത്തിൽ. സോ ഇപ്പം തന്നെ നിങ്ങൾക്ക് നേരിട്ട് കാണാവുന്നതാണ്. സെയിൻറ്റ് എക്സ്പീരിയൻസ് ഫോട്ടോ കൊണ്ടുവന്ന സമയത്ത് ഈ ഒരു ലൈവ് റീഡിങ്ങിലായാൽ പോലും ആ ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് അറ്റാച്ച് ആവുന്നുണ്ടോ? ഹായ് സരിത. അത്രയും ഡീപ്പായിട്ടാണ് ആ ലൈറ്റ് എനർജി നിന്നുള്ള നിങ്ങളുടെ ലൈഫിലേക്ക് ബ്ലെസ്സിങ് ആയിട്ട് നിങ്ങൾക്ക് വരുന്നത്. സോ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ എല്ലാ റീഡിങ്ങിന് ശേഷം താങ്ക് യു സെയിൻറ്റ് എക്സ്പേർട്ട് എന്നെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഗ്രാറ്റിറ്റ്യൂഡ് എനിക്ക് വേണ്ടിയിട്ടല്ല, സെയിൻറ്റ് എക്സ്പേർട്ടിന് വേണ്ടിയിട്ടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ അറിയിക്കണം. സോ അതുകൊണ്ടാണ് നമ്മുടെ സ്പെല്ലിനകത്ത് റീകൺസിലേഷന് വേണ്ടിയിട്ടും അതേപോലെ നിങ്ങളുടെ ലവിൻ്റെ എനർജി എല്ലാം എൻ്റെ സ്പെല്ലെടുത്തിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ മെയിനായിട്ട് സെയിൻറ്റ് എക്സ്പീരിയൻസിൻ്റെ സ്പെല്ല് മാത്രമാണ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. ഒരുപാട് സ്പെൽസ് ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്പെൽസ് ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും സെയിൻറ്റ് എക്സ്പീരിയൻസ് സ്പെല്ലിൻ്റെ ഒരു റീസൺ അതേ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കും, അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് എനർജീസ് തന്നെ വരുന്നത്. ഓക്കെ അഭിരാമി. സോ എല്ലാവർക്കും ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവർക്കും ആ ഒരു ബ്ലെസ്സിങ് കിട്ടട്ടെ. ഓക്കെ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ലൈക്ക് നമ്പർ 1 ഹാരിസ്. ഹായ് ഗൗരീഷ്. ഹായ് നന്ദന. ലൈക്ക് നമ്പർ 1 ചേച്ചി ഞാനും സൂരജ് ഒന്നിക്കുമോ, ഞങ്ങൾ ഒന്ന് ചേരുമോ എന്ന് നോക്കുമോ? ഓക്കെ. സൂരജ് ആൻഡ് നന്ദന. ഓക്കെ, സൂരജ് ആൻഡ് നന്ദന. സോ ഇവിടെ വന്നിട്ടുള്ള പേജ് കപ്സിന് എനർജിയാണ് വന്നിട്ടുള്ളത്. സോ നന്ദന ഒരു സിറ്റുവേഷനിൽ ഒരു തേർഡ് പാർട്ടിയുടെ എനർജി ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ ഒരുമിക്കാൻ വേണ്ടിയിട്ട് എനർജി നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു മേ ബി ചാൻസിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഓക്കെ, മേ ബി ചാൻസ് ആണ് നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷനിൽ വന്നിരിക്കുന്നത്. സോ ലൈക്ക് നമ്പർ 2 Nida. Current feelings to my person. Okay, Nida person current feeling. Okay. അതേപോലെ തന്നെ സെയിൻറ്റ് എക്സ്പീരിയൻസ് സ്പെല്ല് നമ്മളിപ്പോൾ ഓഫർ പ്രൈസിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്പെല്ലെടുക്കാൻ വേണ്ടി താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. സോ ഈ ഒരു സമയത്ത് തന്നെ നിങ്ങൾ നേരിട്ട് കാണുന്നുണ്ട്, ഞാനിവിടെ വേറൊന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് ആ ഒരു ക്യാൻഡിൽ നിന്നുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ബ്ലെസ്സിങ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുവാണ്. ഓക്കെ, അത്രയും ലൈറ്റ് എനർജിയാണ് ആ ഒരു ക്യാൻഡിൽ നിന്ന് നിങ്ങൾക്ക് സ്പ്രെഡ് ആവുന്നത്. സോ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരുടെയും മാനിഫെസ്റ്റേഷൻസ് വർക്ക് ആവട്ടെ എന്ന് ഞാനും ഈ ഒരു സ്പെല്ലിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. ഓക്കെ,
Nida person current feeling. Okay. സോ നിതയുടെ വന്നിരിക്കുന്ന കാർഡ് 3 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ് വന്നിരിക്കുന്നത്. കറൻറ്റ്ലി നിതയുടെ പേഴ്സൺ 2 എനർജി സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അതായത് നിതയോടൊരു ഫീലിങ്സ്, ലവ് ഫീലിങ്സ് ഉണ്ട്, അതേപോലെ തന്നെ മറ്റൊരു വ്യക്തിയോടും ഇതേപോലെ സെയിം ഫീലിങ്സ് ഉണ്ട്. എന്ത് ചെയ്യണം എന്നറിയാതെ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിലാണ് ആൾ നിൽക്കുന്നത്. അതായത് നിതയോടുള്ള എനർജിയായിട്ട് മുന്നോട്ട് പോകണോ, അതോ ഒരു തേർഡ് പേഴ്സണായിട്ട് നിൽക്കുന്ന വ്യക്തിയുടെ എനർജിയായിട്ട് മുന്നോട്ട് പോകണോ എന്നൊരു കാര്യം അറിയാതെ ഒരു സ്റ്റക്ക് എനർജി നിൽക്കുന്ന ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. റിസാൻ റെന ലൈക്ക് നമ്പർ 1 കറണ്ട് ഫീലിങ്സുമായി പേഴ്സൺ വേറെ റിലേഷൻഷിപ്പ് ആൾക്കുണ്ടോ? റിസാൻ റെന 1 ക്വസ്റ്റ്യൻ മാത്രമേ ഫ്രീ റീഡിങ് ഉള്ളൂല്ലോ. സോ ആൾക്ക് വേറെ റിലേഷൻഷിപ്പ് ഉണ്ടെന്നൊരു കാര്യം ചെക്ക് ചെയ്ത് നോക്കാം. റിസാൻ റെന ഓക്കെ. സോ ഇവിടെ നോക്കുന്ന സമയത്ത് ആൾക്ക് വേറെ റിലേഷൻഷിപ്പ് ഉള്ളതായിട്ട് കാണുന്നില്ല. റിസാനയോട് തന്നെയാണ് ആൾക്ക് ഡീപ്പായിട്ടുള്ള ഒരു ഫീലിംഗ് ഉള്ള, ആൾക്കൊരു മദർ ഫീലിംഗ് ആണ് റിസാനയോട് ഫീൽ ചെയ്യുന്നത്. അത്രയും ഡീപ്പ് ആൻഡ് ജെന്യൂൻ ആയിട്ട് തന്നെ റിസാനെ ആളെ സ്നേഹിക്കുന്നുണ്ട്. അശ്വിനിക്ക് വേണ്ടിയിട്ടൊരു കാർഡ് എടുക്കും. ഓക്കെ, 1 card for Ashwini. Send Spirit, give me 1 card for Ashwini. Send Spirit, give me 1 card for Ashwini. 1 card for Ashwini. One card for Ashwini. ഓക്കെ, ഇവിടെ ഡെറ്റിൻ്റെ, അതായത് റീബർത്തിൻ്റെ കാർഡാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് ഈ ഒരു കാർഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ അശ്വിനിയുടെ ലൈഫിലേക്ക് പുതിയ ബിഗിനിങ്സ്, മാനിഫെസ്റ്റേഷൻസ് എല്ലാം വർക്കാവാൻ പോവാണ്, പുതിയ ചാപ്റ്റർ ഓപ്പൺ ചെയ്യാൻ പോവാണ് എന്നൊരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഹായ് ജോമോനാണ്. മഴയുണ്ടോ? ഉണ്ട്, ഇവിടെ നല്ല മഴയുണ്ട്. ഇവിടെ മഴയുണ്ട്, ഇടയ്ക്ക് വെയിലാണ്, വീണ്ടും മഴയാണ്, വീണ്ടും വെയിലാണ്. രശ്മി ഉണ്ണികൃഷ്ണൻ ലൈക്ക് നമ്പർ 12 ഐ എം ഗോയിങ് ത്രൂ എ വെരി ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ, എപ്പോൾ മാറും? ഓക്കെ, രശ്മി ഉണ്ണികൃഷ്ണൻ. രശ്മി ഉണ്ണികൃഷ്ണൻ. സോ വിത്തിൻ 7 months, ഒരു 7 monthsോളം എടുക്കും ഇതിൽ നിന്നൊരു ചേഞ്ചസ് തരാൻ വേണ്ടിയിട്ട് കേട്ടോ. നിമിഷ ലൈക്ക് നമ്പർ 13 പേഴ്സൺ കറന്റ് സിറ്റുവേഷൻ. ഓക്കെ, നിമിഷ പേഴ്സൺ കറന്റ് സിറ്റുവേഷൻ. നിമിഷ പേഴ്സൺ കറന്റ് സിറ്റുവേഷൻ. ഓക്കെ, ഒരു 10 of Cups എനർജിയാണ് വന്നിരിക്കുന്നത്. നിമിഷയുടെ പേഴ്സൺ ഇപ്പം കറൻറ്റ്ലി നിമിഷമായിട്ടൊരു മാരേജ്, ഒരു എൻഗേജ്മെൻറ്റ്, ഹാപ്പി ഫാമിലി, കുട്ടികളൊക്കെ ആയിട്ട് ലൈഫിനെ കുറിച്ച് ഡ്രീം ചെയ്യുന്നുണ്ട്, അത് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു എനർജിയിലേക്കാണ് ആൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. സോ വളരെയധികം ഡീപ്പായിട്ട് ആൾക്കൊരു എനർജി തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്, ഡീപ്പായിട്ട് തന്നെ ആൾ സ്നേഹിക്കുന്നുണ്ട്. ആ ഒരു കാര്യം നിമിഷം മനസ്സിലാക്കുന്ന ഒരു എനർജിയാണ് ആളിവിടെ പങ്കുവയ്ക്കുന്നത് കേട്ടോ. സോ നിങ്ങളുടെ ലൈഫ് വളരെ കളർഫുള്ളായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നതായിരിക്കും. വിത്തിൻ ഫ്ലൈയിങ് കളേഴ്സാണ് ഇവിടെ കാർഡ്സിൽ നിന്ന് തന്നെ വന്നിരിക്കുന്നത്. സോ ഉറപ്പായിട്ടും വളരെയധികം പോസിറ്റീവായിട്ട് തന്നെ നിങ്ങളുടെ എനർജീസ് മുന്നോട്ട് പോകുന്നതായിരിക്കും. സോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ലൈക്ക് നമ്പർ ഉൾപ്പെടെ ചോദിക്കണേ. രേന സജിത് ലൈക്ക് നമ്പർ 9 ഷഹീൻ സലീം ഫീലിങ്സ്. ഓക്കെ, ഷഹീൻ സലീം ഫീലിങ്സ് ഫോർ രേന. ഷഹീൻ സലീം ഫീലിങ്സ് ഫോർ രേന. ഷഹീൻ സലീം ഫീലിങ്സ് ഫോർ രേന.
She is very confused for Rehna. Sandix, please give me one message for Rehna. Sandix, plate. Game. സോ രേനയുടെ വന്നിരിക്കുന്ന കാർഡ് 2 കപ്സ് എനർജിയും 4 ഓഫ് സോർഡ്സ് എനർജിയാണ് വന്നിരിക്കുന്നത്. സോ ആളുടെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന കാർഡായിട്ട് ഇവിടെ 4 ഓഫ് സോർഡ്സ് എനർജിയാണ് വന്നിരിക്കുന്നത്. ആളിപ്പം ഒരു ട്രാപ്പിലായ സിറ്റുവേഷനിലാണ് ആൾ നിൽക്കുന്നത്. അതായത് ആ ട്രാപ്പിൽ ആൾ എൻജോയ് ആണ്, ഹാപ്പിയാണ്. പക്ഷെ ആൾക്കൊരു ലൂപ്പിൽ, ഒരു ഇന്നർ ലൂപ്പിൽ ആൾ വിട്ടുപോയിരിക്കുന്ന അവസ്ഥയാണ്. ലൂപ്പിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് വരാൻ വേണ്ടി സാധിക്കുന്നില്ല. ഏത് എനർജിയിലാണ് നിൽക്കുന്നത്. അതേപോലെ രേനയുടെ എനർജി നോക്കുന്ന സമയത്ത് ഇവിടെ ഡീപ്പായിട്ടുള്ള ഒരു എനർജി, അതായത് രേനയെക്കുറിച്ച് ഡീപ്പായിട്ട് ആളിവിടെ തിങ്ക് ചെയ്യുന്നുണ്ട് എന്നൊരു കാര്യം ഇവിടെ 2 കപ്സ് എനർജി തന്നെ വരികയും ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് ഡീപ്പ് ഒരു സൗൾ ബോണ്ട് തന്നെ ആൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. രേനയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ആളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. ആളുടെ ഇപ്പോൾ ഡേ ആൻഡ് നൈറ്റ് എനർജി നോക്കുന്ന സമയത്തായപ്പോലും ഒരുപാട് തോട്ട്സ് രേനയെക്കുറിച്ച് വരുന്നുണ്ട്. രേനയായിട്ട് ഡീപ്പ് ഒരു ഫിസിക്കൽ ബോണ്ടും ആൾ ആഗ്രഹിക്കുന്ന ഒരു എനർജിയും ആളുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അഭിരാമി മോഹൻദാസ്, ഏഞ്ചൽ ഗൈഡൻസ്. ഓക്കെ, ഏഞ്ചൽ ഗൈഡൻസ്. ഓക്കെ, ഏഞ്ചൽ ഗൈഡൻസ് ഫോർ അഭിരാമി മോഹൻദാസ്. ഓക്കെ, ഏഞ്ചൽ ഗൈഡൻസ് ഫോർ അഭിരാമി മോഹൻദാസ്. Angel guidance for Abhirami Mohandas. Angel's guidance for Abhirami Mohandas. Okay. ഒരു ക്ലാരിഫിക്കേഷൻ കാർഡോടെ ചെക്ക് ചെയ്ത് നോക്കാം. വൺ കാർഡ്. സോ ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് ആയിട്ട് പറയുന്നത് കറൻറ്റ്ലി അബ്രാമി ലൈഫിലേക്ക് മാനിഫെസ്റ്റേഷൻസ് വർക്ക് ചെയ്ത് തുടങ്ങാൻ വേണ്ടി പറയുന്നുണ്ട്. അതായത് അബ്രാമി ലൈഫിലേക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇപ്പം കുറച്ച് ഹെൽത്ത് പരമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. അതേപോലെ തന്നെ ഇവിടെ മാനിഫെസ്റ്റേഷൻസ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാൻ വേണ്ടി പറയുന്നുണ്ട്. അതായത് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക, പോസിറ്റീവ് തോട്ട്സിലിരിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തു തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ഇവിടെ മെയിനായിട്ട് ഏഞ്ചൽസ് പറയുന്നത്. ഓക്കെ, മലയാളീസ് എൻ്റർടൈൻമെൻറ്റ്. സോ അതേപോലെ തന്നെ ആർക്കെങ്കിലും പേജ് റീഡിങ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് പേജ് റീഡിങ്ങിന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് റീഡിങ് ബുക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ 24 ഹവറിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് റീഡിങ് കിട്ടുന്നതായിരിക്കും. അതായത് നിങ്ങൾ ഇന്ന് റീഡ് ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു 2 മണിക്കാണ് ബുക്ക് ചെയ്തെന്നുണ്ടെങ്കിൽ നാളെ 2 മണിക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് റീഡിങ് കിട്ടിയിരിക്കും. അതേപോലെ നൈറ്റ് സ്ലോട്ട് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നൈറ്റ് ടൈം തന്നെ നിങ്ങൾക്ക് റീഡിങ് കിട്ടിയിരിക്കും. ഓക്കെ, സോ ആർക്കെങ്കിലും പേജ് റീഡിങ് എടുക്കാൻ വേണ്ടി താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് പേജ് റീഡിങ്ങിന് വേണ്ടിയിട്ട്. 1 ക്വസ്റ്റ്യൻ ചാർജ് ചെയ്ത് നമ്മൾ 333 ആണ് ചാർജ് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ ബേസ്ഡ് റീഡിങ്. അതേപോലെ തന്നെ നിങ്ങൾക്കിപ്പം പേജ് റീഡിങ്, അതായത് എമർജൻസി റീഡിങ് എടുക്കുന്നതിൽ ഓഫർ പ്രൈസിലും കൊടുക്കുന്നുണ്ട്. സോ ഓഫർ പ്രൈസിൽ റീഡിങ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. വിവേക് ഏഞ്ചൽ ഗൈഡൻസ്. ഓക്കെ, വിവേക് ഏഞ്ചൽ ഗൈഡൻസ്. ഏഞ്ചൽ ഗൈഡൻസ് ഫോർ വിവേക്. സോ ഇവിടെ
വിവേക് ഇവിടെ വന്നിരിക്കുന്ന കാർഡ് റീകൺസിഡർ എന്ന് പറയുന്ന കാർഡാണ് വന്നിരിക്കുന്നത്. അതായത് വിവേകിൻ്റെ ലൈഫിലേക്ക് പുതിയതായിട്ട് ഡോർസ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പുതിയ ബ്ലെസ്സിങ്സ് ലൈഫിലേക്ക് വരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. സോ പുതിയതായിട്ട് ലൈഫിലേക്ക് വരുന്ന ബ്ലെസ്സിങ്സ് അട്രാക്റ്റ് ചെയ്യുക എന്നൊരു എനർജിയാണ് ഇവിടെ മെയിനായിട്ട് വരുന്നത്. സോ ആ ഒരു അട്രാക്റ്റീവായിട്ട് വരുന്ന എനർജീസിനെ ലൈഫിലേക്ക് വെൽക്കം ചെയ്യുക എന്നൊരു കാര്യമാണ് ഇവിടെ കാർഡ്സിൽ നിന്ന് മെയിനായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. Gauri, light number 22. Should I make a call my boyfriend Andu? Lately we have some issues. We are going through a breakup situation. Current feelings of him. Okay, Gauri and okay, Gauri. 1 minute, wait. സോ നമുക്ക് ടൈം ബേസ്ഡ് റീഡിങ് കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. അതായത് നിങ്ങളുടെ പേഴ്സണായിട്ട് നിങ്ങൾ എന്നാ എക്സാക്റ്റ് കോൺടാക്റ്റ് വരുന്നതെന്നൊരു ടൈം പീരീഡ് കൂടെ നമുക്കിവിടെ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. സോ അതുകൊണ്ടാണ് നമ്മൾ ടൈം ബേസ്ഡ് ആയിട്ട് ഒറാക്കിൾ കാർഡ്സ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഓക്കെ, അതപ്പോൾ നിങ്ങൾക്ക് സിറ്റുവേഷനിലേക്ക് കുറച്ചുകൂടി ക്ലാരിഫൈ കിട്ടുന്നതായിരിക്കും ടൈം ബേസ്ഡ് ആയിട്ട് ഒറാക്കിൾ കാർഡ്സോടെ ചെക്ക് ചെയ്ത് നോക്കുന്നതിലൂടെ. ഓക്കെ, സോ ഗൗരി, ഓക്കെ, ഗൗരി കോണ്ടാക്ട് ചെയ്യണോ വേണ്ടയോ? Okay. Hi Srilata. So Gauri need to contact his boyfriend or not? Okay. Gauri needs to contact him or not? Angels, please guide me. Angels, please guide the situation. Angels, please guide the situation. ഓക്കെ, സോ നോ കാർഡാണ് ഗൗരിയോട് വന്നിരിക്കുന്നത്. അതായത് ഗൗരി ഇപ്പോൾ ഈ ടൈമിൽ കോണ്ടാക്റ്റ് ചെയ്യേണ്ടെന്നാണ് ഏഞ്ചൽസ് പറയുന്നത് കേട്ടോ. സുനിത, എൻ്റെ ശ്രീജിത്ത് ഉടനെ എന്നെ വിളിക്കുമ്പോൾ റിയൂണിയൻ ഉണ്ടാവുമോ? സുനിത, റിയൂണിയൻ പോസ്റ്റിലാവുമോ? സുനിത, റിയൂണിയൻ പോസ്റ്റിലാവുമോ? നോ കാർഡാണ് വന്നിരിക്കുന്നത്. റിയൂണിയൻ പോസ്റ്റിലാവുന്നതായിരിക്കത്തില്ല. റോഷൻ ഫീലിംഗ് അബൌട്ട് മീ, രശ്മി. റോഷൻ ഫീലിംഗ് അബൌട്ട് രശ്മി. റോഷൻ ഫീലിംഗ് അബൌട്ട് രശ്മി. സോ ആൾക്ക് രശ്മിയായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ചെയ്യണമെന്ന് ആൾക്ക് ആഗ്രഹമുണ്ട്. അതേപോലെ ആൾ രശ്മിയിലേക്ക് വരാനുള്ളൊരു പാത്തിലൂടെ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊരു കാര്യം കൂടാണ് അവിടെ വരുന്നത് കേട്ടോ. രാധാകൃഷ്ണൻ ജിഷ. ഓക്കെ, 24 ജിഷ ഇപ്പോൾ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്താണെന്ന് നോക്കാവോ മാം? സോ രാധാകൃഷ്ണൻ ജിഷയ്ക്ക് വേണ്ടി ഇപ്പോഴും എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത്? ആളിപ്പോൾ ഇത്ര ഡിസ്റ്റൻസിലായിട്ട് നിൽക്കുകയെന്നുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് നാളായിട്ട് സെയിം ക്വസ്റ്റ്യൻ തന്നെ കാണുന്നതുകൊണ്ട് ചോദിക്കുകയാണ്. ഇതുവരെ തിരിച്ചറിയാത്തൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട് അതിൽ നിന്ന് മൂവ് ഓൺ ആവുന്ന ഒരു എനർജി ആയിരിക്കും നല്ലത് കേട്ടോ. എന്തായാലും ജിഷ രാധാകൃഷ്ണനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ആദ്യം ഒരു ക്ലാരിഫൈ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ,
നോ കാർഡാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ കരളിലെ ജിഷ രാധാകൃഷ്ണനെ കുറിച്ച് ഇപ്പം രാധാകൃഷ്ണൻ്റെ മനസ്സിൽ ജിഷയെക്കുറിച്ച് എന്തെല്ലാം തോട്ട്സ് വരുന്നോ അതേപോലൊരു തോട്ട്സ് ഒന്നും തന്നെ ജിഷയുടെ മനസ്സിലേക്ക് വരുന്നില്ല എന്നാണ് കാർഡ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ലാക്ക് നമ്പർ 24 രതീഷിൻ്റെ ഇപ്പോഴത്തെ കറണ്ട് ഫീലിങ്സ് എനർജി പ്ലീസ് മാം. ഓക്കെ, അശ്വതി ഒരു ഡീപ്പ് ബ്രീത്ത് ഔട്ട് 5 ടൈംസ് എടുത്ത ശേഷം കമൻറ്റ് ചെയ്യൂ കേട്ടോ. മഞ്ജൂസ് ലാക്ക് നമ്പർ 30 അലൻ വി ജോണി സിവോയ്സ് സ്പേസൻ എന്താണ് എന്നോടൊപ്പം പറയാനുള്ള നോ കോണ്ടാക്ട്. ഓക്കെ, അലൻ വി ജോണിന് മഞ്ജിമയോട് എന്താണ് പറയാനുള്ളത്? അലൻ വി ജോണിന് മഞ്ജിമയോട് എന്താണ് പറയാനുള്ളത്? സക്സസ് എന്നിട്ട് കാർഡാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് ഇപ്പം മഞ്ജിമ ആളിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം സക്സസ്സിലേക്ക് പോകും. ഏഞ്ചൽ ഒരു ഗൈഡൻസ് ആയിട്ട് വന്നിരിക്കണം. അതേപോലെ ആൾ പറയുന്നത് വെച്ചാൽ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ടൈമിങ്ങിൽ ആൾ മഞ്ജിമയിലേക്ക് വരും, കോണ്ടാക്ട് ചെയ്ത് വരും എന്നൊരു കാര്യമാണ് ആളിപ്പം പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. ബ്രീത്തിങ് എടുത്തു മാം 5 മിനിറ്റ്. ഓക്കെ, അശ്വതി ലാക്ക് നമ്പർ 24 രതീഷിൻ്റെ ഇപ്പോഴത്തെ കറണ്ട് എനർജി പ്ലീസ് മാം. രതീഷിൻ്റെ കറണ്ട് ഫീലിംഗ് ആൻഡ് എനർജി. രതീഷിൻ്റെ കറണ്ട് ഫീലിംഗ് ആൻഡ് എനർജി. രതീഷ് കറണ്ട് ഫീലിംഗ് ആൻഡ് എനർജി. Okay. Ritesh current feelings about Ashwini. സോ ലെറ്റ് ഗോ എന്ന് പറയുന്ന സിറ്റുവേഷനാണ് വന്നിരിക്കുന്നത്. അതായത് ഈ ഒരു രതീഷായിട്ടുള്ളൊരു റിലേഷനിൽ നിന്ന് അശ്വതി മൂവ് ഓൺ ആവുക, ഒരു വ്യക്തിയെ മറന്ന് മുന്നോട്ട് ജീവിക്കുക എന്നൊരു എനർജിയാണ് വന്നിരിക്കുന്നത്. കാരണം ആ വ്യക്തിയുടെ ലൈഫിൽ ഗ്രോത്ത്, ആ വ്യക്തി മറ്റൊരു പാർട്ട്ണറിലേക്കായിട്ടൊരു ജീവിതം ജീവിക്കുന്നതായിട്ടാണ് കാണുന്നത്. അശ്വതി ഇതിൽ നിന്ന് മൂവ് ഓൺ ആവുക. കാരണം ഇപ്പം അശ്വതിയെക്കുറിച്ച് ഡീപ്പായിട്ടുള്ള തോട്ട്സോ കാര്യങ്ങളൊന്നും തന്നെ ആക്കില്ല. അതുകൊണ്ട് ഇതിൽ നിന്ന് മൂവ് ഓൺ ആവുക എന്ന എനർജിയാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഹായ് അച്ചു. ഓക്കെ, ആമി 111 എൻ്റെ റീയൂണിയൻ ഉണ്ടാകുമോ? ഓക്കെ, നമുക്ക് ടൈം ഫേസ്റ്റ് കാർഡ് റീഡ് ചെയ്ത് നോക്കാം. ഓക്കെ, ആമി റീയൂണിയൻ ഉണ്ടാകുമോ? ആമി റീയൂണിയൻ ഉണ്ടാകുമോ? ഓക്കെ, 3 monthsനുള്ളിൽ തന്നെ റീയൂണിയൻ പോസിബിൾ ആവുന്നതായിരിക്കും. ലൈക്ക് നമ്പർ 33 മീനാക്ഷി റീയൂണിയൻ പോസിബിൾ ആണോ? ഓക്കെ, റീയൂണിയൻ പോസിബിൾ ആണോ?
റീയൂണിയൻ പോസിബിൾ ആണോ? ഓക്കെ. നെക്സ്റ്റ് ഇയർ 2026 റീയൂണിയൻ പോസിബിൾ ആവുന്നത്. ലൈക്ക് നമ്പർ 36 അച്ചു അഖിലായിട്ടൊരു കോണ്ടാക്റ്റ് ഉണ്ടാകുമോ? അഖിലായിട്ടൊരു കോണ്ടാക്റ്റ് ഉണ്ടാകുമോ? നെക്സ്റ്റ് ഇയർ ജാനുവരിയിൽ പോസിബിൾ ആവുന്നതായിരിക്കും 2026. ഹായ് മാനിക്. ഹായ് ഡി വി ബ്ലോഗ്സ്. സോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നവർ നിങ്ങൾ ലൈക്ക് നമ്പറായിട്ട് തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ സെയിൻറ്റ് സ്പെല്ലെടുക്കാൻ വേണ്ടി താല്പര്യമുള്ളവർ എനിക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പേഴ്സണായിട്ട് റീകൺസിലേഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ തേർഡ് പാർട്ടി റിമൂവ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് സ്പെല്ല് ബുക്ക് ചെയ്യാവുന്നതാണ്. സ്പെല്ലിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി കോൺടാക്റ്റ് ചെയ്യും. ഇപ്പോൾ സ്പെല്ല് ഓഫർ പ്രൈസിലാണ് കൊടുക്കുന്നത്. അതായത് നേരത്തെ നമ്മളൊരു സ്പെല്ലിന് 6000 റുപ്പീസ് 6K ആയിരുന്നു നമ്മൾ ചാർജ് ചെയ്യുന്നത്. ഇപ്പോൾ അതിൻ്റെ ഹാഫ് പ്രൈസ് മാത്രമേ നിങ്ങൾക്കുള്ളൂ. സോ ഈ ഓഫർ നമ്മൾ കുറച്ച് ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ. കാരണം ഒരുപാട് കോളേജ് സ്റ്റുഡൻസും വർക്കിംഗ് അല്ലാത്തവരും സ്പെല്ല് ചോദിക്കുന്നുണ്ട്. സോ അവർക്കൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഈ ടൈമിൽ നമ്മളിപ്പം അഫോർഡായിട്ട് രീതിയിൽ കൊടുക്കുന്നത്. സോ സ്പെല്ലെടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഡെയിലി ഫ്രീ റീഡിങ്സ് കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ സ്പെല്ലിൽ നിന്നുള്ള എനർജീസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ചക്രാസ് ക്ലെൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഡെയിലി ഹീലിംഗ് സെഷൻസ് ആണ്. നിങ്ങൾ എത്ര ഡേയ്സിലേക്കാണോ എടുക്കുന്നത് അത്ര ഡേയ്സിലേക്കായിരിക്കും ഇതെല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. 1 time പേയ്മെൻറ്റ് മാത്രമാണ്. അതായത് നിങ്ങൾക്ക് സ്പെല്ല് ബുക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 1000 റുപ്പീസ് അയച്ച് അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്തിട്ട് ബാക്കി വരുന്ന എമൗണ്ട് 1 വീക്കിനുള്ളിൽ പേ ചെയ്താൽ മതി. എക്സ്ട്രാ പേയ്മെൻറ്റും കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരുന്നതും ഇല്ല കേട്ടോ.
സോ നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ലൈക്ക് നമ്പർ ഉൾപ്പെടെ തന്നെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അതേപോലെ പേസ് റീഡിംഗ് എടുക്കാൻ താല്പര്യമുള്ളവർ ഈ നമ്പറിലാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടത്. നമ്മൾ കമൻറ്റ് ബോക്സിൽ നോക്കിയാൽ മതി, നമ്പർ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 24 hours തന്നെ നിങ്ങൾക്ക് റീഡിംഗ് കിട്ടുന്നത് അവൈലബിൾ ആയിരിക്കും. അതും നിങ്ങൾക്ക് ഓഫർ പ്രൈസിലാണ് ഇപ്പോൾ ഉള്ളത്. 27 മണിക്കൂർ എന്ന് പറഞ്ഞാൽ പോലും ഇന്ന് നൈറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈവനിങ് തന്നെ നിങ്ങൾക്ക് ഇന്ന് റീഡിംഗ് കിട്ടുന്നതായിരിക്കും. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് റീഡിംഗ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഒരു ഹാഫ് ആൻ അവർ റീഡിങ്ങോ ചിലപ്പോൾ 1 hour റീഡിംഗ് ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ. ഓക്കെ, ടി വി ബ്ലോഗ്സ് മൈ ലവ്. ദേവനന്ദ്, ഹായ് ദേവനന്ദ്. ഓക്കെ, അനക മനോജ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം എല്ലാവരും കാണും കേട്ടോ. ഓക്കെ, മീനു ഡിസ്റ്റൻസ്. ഓക്കെ, സോ ബാക്കി റീഡിങ്സിലേക്ക് നോക്കാം. സോ മീനു, ജയദേവായിട്ട് റീഡിങ് ഉണ്ടാവുമോ? ഓക്കെ, ജയദേവായിട്ട് റീഡിങ് ഉണ്ടാവുമോ? Humaria, you have to ask your question in English. Thank you for subscribing my channel. Okay. സോ നിങ്ങൾ തമ്മിൽ എന്നാണ് റിയൂണിയൻ എന്നുള്ളത് നോക്കാം. സോ ഡിലേ ആണ് ഇവിടെ കാണിക്കുന്നത്, അതായത് ഒരു മേ ബി ചാൻസ് മാത്രമാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ തമ്മിൽ റിയൂണിയൻ നടക്കാനുള്ള പോസിബിലിറ്റീസ് വളരെ കുറവാണ് കേട്ടോ. സുനിത, സുനിതയുടെ ആൾ തിരിച്ചു വരുമെന്നൊരു കാര്യം ചെക്ക് ചെയ്ത് നോക്കാം. സുനിതയുടെ ആൾ തിരിച്ചു വരുമോ? സുനിത പേഴ്സൺ വിൽ കം ബാക്ക് ടു 24 daysനുള്ളിൽ തിരിച്ചു വരുന്നതായിരിക്കും. ശ്രീലത അമ്പാട്, ലൈക്ക് നമ്പർ 17. എൻ്റെ പേഴ്സണുണ്ട്, എന്നെ കോണ്ടാക്ട് ചെയ്യുമോ? നെക്സ്റ്റ് സെപ്റ്റംബർ, അതായത് 2025 സെപ്റ്റംബറിൽ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും. When I will be getting a job, I am doing hard work and effort, but nothing is working, Humaria. So let me check on you, Humaria. Humaria, when will she get a new job? When Humaria get a new job? Please, cards tell me. Okay. In 60 days, okay, you will get a new job in 60 days. So Humaria, you have to practice switch words or manifestation codes, so that will attract your desired job in your life. And you have to check your karmic energy.
chakras, and I can see that there is some kind of karmic energy on you, and you don't need to worry, Humaria. So you have to release the negative energy you are carrying now, the baggages you have to release. So you have to take a reading from a tarot reader, so that will be more helpful for you in the current situation. Okay. Amal Krishna, what I need to hear right now. Okay. Amal Krishna, what is Amal Krishna need to hear right now? I feel I have a negative people around me. Yes, there's a possibility you have to take a tarot reading from a tarot reader. That will be more helpful for you. The cards are saying that like that. Some kind of negative energies are following your path. Okay. സോ നമ്മൾ ഇവിടെ വന്നിരിക്കുന്ന കാർഡ് ആസ്ക് ഹെൽപ്പ് ഫ്രം അതേഴ്സ് എന്ന കാർഡാണല്ലോ വന്നിരിക്കുന്നത്. സോ അതായത് ഇപ്പോൾ മറ്റുള്ളവരായിട്ട് എന്തെങ്കിലും ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ, ഒരു ഈഗോ സിറ്റുവേഷൻ കടന്നു പോകുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം എങ്ങനെയും സോൾവ് ചെയ്യുക എന്നൊരു കാര്യമാണ് ഇവിടെ കാർഡ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഒരു കോംപ്രമൈസിന് തയ്യാറാവുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും കേട്ടോ. ആസിൻ്റെ കാർഡ് സിറ്റുവേഷൻ എന്താണ്? ഓക്കെ, current situation of Asin. Asin current situation. സോ ആളിപ്പോൾ ലൈഫിലേക്ക് കുറച്ച് ഗ്രോത്ത് ചെയ്യാൻ വേണ്ടി ഫിനാൻഷ്യലായിട്ട് കുറച്ച് ഇൻഡിപെൻഡൻ്റ് ആവാനും ബിസിനസ്സിലേക്കൊക്കെ ഫോക്കസ് ആയി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ കാണുന്നത്. ലൈഫ് കുറച്ചുകൂടി ഇൻഡിപെൻഡൻ്റ് ആവണം, നല്ല സ്റ്റേബിൾ പൊസിഷനിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ലൈഫിലേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ടി വി വ്ളോഗ്സിൻ്റെ അവസ്ഥ ഇപ്പോൾ ഓക്കെ. ടി വി വ്ളോഗ്സിൻ്റെ അവസ്ഥ എന്താണിപ്പോൾ? ടി വി വ്ളോഗ്സിൻ്റെ അവസ്ഥ ഓക്കെ. സോ ഇപ്പോൾ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. അതായത് ലൈഫെല്ലാം നഷ്ടപ്പെട്ടു പോയി, ഇനി എനിക്ക് മുന്നോട്ട് ലൈഫില്ല, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഇങ്ങനെ ഒരു കുഴി വീണിട്ട് വീണ്ടും വീണ്ടും ഞാൻ ഇങ്ങനെ മുങ്ങിത്താഴ്ന്ന കപ്പൽ പോലെ ആണല്ലോ എൻ്റെ ജീവിതം എന്ന് ആലോചിച്ചിരിക്കുമായിരിക്കും. സോ ഇതിന് ഇമ്പ്രൂവ്മെൻറ്റ് വരും, ഒരു ഉയർത്തെണീപ്പ് വരും, ന്യൂ ബിഗിനിങ് വരും എന്നൊരു കാര്യമാണ് ഇവിടെ കാർഡ്സിൽ നിന്ന് വരുന്നത്. ടീച്ചർ ചിന്നു, ടീച്ചർ ജോബ് കിട്ടുമോ? ടീച്ചർ ജോബ് കിട്ടുമോ ചിന്നു? ഓക്കെ, യെസ് കാർഡാണ് ചിന്നു വന്നിരിക്കുന്നത്. ഉറപ്പായിട്ടും കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് കേട്ടോ. നമ്മുടെ കാൻഡിൽ ബേൺ ചെയ്യുന്നത്, അതായത് കാൻഡിൽ കവിഞ്ഞ് പോകുന്നത് വരെ, ലൈറ്റ് പോകുന്നവരായിരിക്കും നമ്മൾ റീഡിങ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, കാരണം നമ്മുടെ ഇന്നത്തെ റീഡിങ് ബ്ലെസ്ഡ് റീഡിങ് ആണ്. ഈ ക്യാൻഡിൽ എപ്പോൾ തവിയുന്നോ ആ സമയത്ത് നമ്മൾ റീഡിങ് ക്ലോസ് ചെയ്യുന്നതായിരിക്കും. സോ ആർക്കും റീഡിങ് കിട്ടാതെ നെക്സ്റ്റ് സെഷനിൽ നമ്മൾ ലൈവ് റീഡിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് റീഡിങ് ബുക്ക് ചെയ്യാവുന്നതാണ്. ഫ്രീ റീഡിങ് അല്ല, പെയ്ഡ് റീഡിങ് ആണ് കേട്ടോ. പലരും ഫ്രീ റീഡിങ് ആണെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് കമൻറ്റ് ചെയ്യാറുണ്ട്, വരാറുണ്ട്. പക്ഷേ ഫ്രീ അല്ല, നമുക്ക് ലൈവ് മാത്രമാണ് ഫ്രീ ആയിട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് എടുക്കാൻ അഫോർഡബിൾ അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഫ്രീ റീഡിങ് ചെയ്യുന്നത് കേട്ടോ. മിക്ക ടാറോ റീഡേഴ്സും ഫ്രീ റീഡിങ് ചെയ്യാറില്ല. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, ഫ്രീ റീഡിങ് ചെയ്യുന്ന ടാറോ റീഡേഴ്സ് വളരെ കുറവാണ്. എല്ലാവരും പെയ്ഡ് റീഡിങ് ആണ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല ചാർജസ് വാങ്ങാറുണ്ട്. പക്ഷേ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് നിന്ന് റീഡിങ് എടുത്തിട്ടുള്ളവർക്കറിയാം എൻ്റെ ചാർജസ് വളരെ കുറവാണ്. അതേപോലെ നിങ്ങൾക്ക് ഡീറ്റെയിൽ റീഡിങ്ങും ആണ് ഞാൻ തരികയും ചെയ്യുന്നത്. ഒരിക്കൽ നിങ്ങൾ എൻ്റെ അടുത്ത് റീഡിങ് എടുത്താൽ വീണ്ടും വീണ്ടും എടുക്കുന്ന ഒരുപാട് പേരുണ്ട്. സോ അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾക്കതൊരു യൂസ്ഫുൾ ആവുന്നുണ്ട്, ഗൈഡൻസ് ആവുന്നുണ്ടെന്ന് അറിയുന്നതിലും ഒരുപാട് സന്തോഷമുണ്ട്.
ഓക്കെ, നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ലൈക്ക് നമ്പർ ഉൾപ്പെടെ ചോദിക്കാൻ വേണ്ടിയിട്ട് നോക്കൂ കേട്ടോ. ലൈക്ക് നമ്പർ കൂടുതൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ചോദിക്കൂ. ഓക്കെ, ചോദിക്കുന്നൊരു ക്ലാരിറ്റി ആയിട്ട് ക്വസ്റ്റ്യൻസ് തന്നെ ചോദിക്കണം കേട്ടോ. ഓക്കെ, സോ രമ്യ ദേവി ലൈക്ക് നമ്പർ 44 റിയൂണിയൻ പോസിബിൾ ആവുമോ? ജിപ്സൺ ആയിട്ട് റിയൂണിയൻ ഉണ്ടാവുമോ? ഓക്കെ രമ്യ, സോ ഓ മൈ ഗാഡ്, രമ്യ ജിപ്സണായിട്ട് റിയൂണിയൻ പോസിബിൾ ആവുമോ? റിയൂണിയൻ പോസിബിൾ ആവുമോ? ഓക്കെ, നിങ്ങളുടെ അവിടെയൊക്കെ മഴയുണ്ടോ? ഇവിടെ നല്ല മഴയുണ്ട്, ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട്. സോ ക്ലിയർ ആവുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ജോർജ്, യു ക്യാൻ ആസ്ക് യുവർ ക്വസ്റ്റ്യൻ ഇൻ ഇംഗ്ലീഷ്. ഓക്കെ ഓക്കെ, സോ 2 കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്. സോ 2 ഇവിടെ ഫസ്റ്റ് കാർഡ് 21 days ആണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് കാർഡ് ഇവിടെ വന്നിരിക്കുന്നതാണെങ്കിൽ ഇപ്പോൾ ഫാദറിൻ്റെ അടുത്ത് നിന്ന്, അതായത് പേഴ്സൻ്റെ ഫാദർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫാദർ നിങ്ങളുടെ ഫാദറിൽ നിന്ന് ഒരു ഹെൽപ്പ് ചോദിക്കുകയെന്നുണ്ടെങ്കിൽ റീകൺസിലേഷൻ പോസിബിൾ ആവുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഫാദറിൻ്റെ ഹെൽപ്പ് ചോദിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ 29 days റീകൺസിലേഷൻ പോസിബിൾ ആവും. അതായത് 1 month വെയിറ്റ് ചെയ്യുക. രജനി മാം, എനിക്കൊരു കാർഡ് എടുക്കുമോ? പ്രൊമോഷൻ കിട്ടുമോ? സോ ആർക്കെങ്കിലും പേസ് റീഡിങ് എടുക്കാൻ താല്പര്യമുള്ള ഞാൻ കൊടുത്തേക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ആവുന്നതാണ് കേട്ടോ പേസ് റീഡിങ്ങിന് വേണ്ടിയിട്ട്. റീഡിങ് ഓരോ ക്വസ്റ്റിനോട് ചാർജ് ചെയ്യുന്നത് 333 rupees ആണ് ചാർജ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത്രയും റേറ്റ് കുറച്ച് ഒരു ടാറോ റീഡേഴ്സിന് റീഡിങ് കിട്ടുന്നതായിരിക്കത്തില്ല ഈ ഒരു പ്രൈസിൽ. നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് 24 hour റീഡിങ്ങിൽ ചോദിക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അതായത് നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും ചോദിക്കാം. ഏത് ഏരിയാസിൽ നിന്ന് എത്രയോ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയിട്ട് ക്ലാരിറ്റിയോട് തന്നെ നിങ്ങൾക്ക് റീഡിങ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, സോ ഇത് പ്രൊമോഷൻ കിട്ടുമോ? നിയർ ഫ്യൂച്ചറിൽ ഉറപ്പായിട്ട് സാധ്യതയുണ്ട് പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള. രജനി അല്ല, രജീഷ. ഓക്കെ, രജനിക്ക് വേണ്ടിയിട്ടൊരു കാർഡ് എടുക്കാമോ? ഏഞ്ചൽസ് 1 card ഫോർ രജനി. ഓക്കെ, 1 card ഫോർ രജനി, 1 card ഫോർ രജനി. സോ ഇവിടെ മേ ബി ചാൻസ് ആണ് വന്നിരിക്കുന്നത്. കാരണം രചനയുടെ മനസ്സിൽ എന്തെങ്കിലും കുറച്ച് ചിന്തകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊരു നടക്കാനുള്ള ചാൻസ് മേ ബി ചാൻസ് മാത്രമാണ് കേട്ടോ. ഓക്കെ, സോ ഇപ്പോൾ വീഡിയോ കാണുന്ന പുതിയ വ്യൂവേഴ്സാണെന്ന് തോന്നുന്നു.
സോ നിങ്ങളോടിപ്പോൾ പറയാനുള്ള, നിങ്ങളിപ്പോൾ ഈ ക്യാൻഡിൽ നിന്നുള്ള എനർജി നോക്കുക, ക്യാൻഡിൻ്റെ ലൈറ്റ് നോക്കുക, നിങ്ങൾക്ക് അതിൽ പ്രേ ചെയ്യാവുന്നതാണ്. കാരണം നമ്മൾ ഈ റീഡിങ് ഫുള്ളും സെയിൻറ്റ് എക്സ്പേരിൻ്റെ എനർജിയുടെ ബേസ് ചെയ്ത റീഡിംഗ് ആണ് ഇപ്പോൾ ചെയ്യുന്നത്. അതേപോലെ ആ ക്യാൻഡിൽ നിന്നുള്ള ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് റിസീവ് ചെയ്യാൻ വേണ്ടി താങ്ക് യു സെയിൻറ്റ് എക്സ്പേരിന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് കാര്യം എന്ന് പറയുന്നത്, എല്ലാവരും ചോദിക്കാറുണ്ട് സെയിൻറ്റ് എക്സ്പേരിൻ്റെ സ്പെല്ല് മാത്രം എന്തുകൊണ്ട് ലവ് റീകൺസിലേഷൻ കാര്യങ്ങൾ ചൂസ് ചെയ്യുന്നുള്ള കാര്യം ചോദിക്കാറുണ്ട്. അതിൻ്റെ റീസൺ വേറെ ഒന്നും തന്നെയല്ല. നിങ്ങൾക്ക് ഇപ്പം തന്നെ ചെക്ക് ചെയ്താൽ കാണാം. ആ ഒരു സെയിൻറ്റ് എക്സിൻ്റെ ഫോട്ടോ വെച്ച സമയത്ത് ആ ഒരു അരികിൽ നമ്മൾ റെഡ് ക്യാൻഡിലൂടെ വെച്ചപ്പം എത്രത്തോളം ബ്ലെസ്സിങ് ആണ് ആ ഒരു ക്യാൻഡിൽ നിന്ന് വരുന്നത്. ആ ലൈറ്റ് എനർജി തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം. ആ ഫോട്ടോയിലേക്കാണ് ലൈറ്റ് എനർജി പാസ് ഔട്ട് ചെയ്ത് പോകുന്നത്. സോ നമ്മൾ സാധാരണ നോർമലായിട്ട് ക്യാൻഡിൽ, നിങ്ങൾ തന്നെ ഒരു ക്യാൻഡിൽ കത്തിച്ചിട്ട് നിങ്ങളുടെ ഫോൺ വെച്ച് നോക്കും, നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു ലൈറ്റ് എനർജി കാണാൻ വേണ്ടി സാധിക്കുന്നതല്ല. ഇതിന് മുന്നേ എൻ്റെ റീഡിങ്സ് എടുത്തിട്ടുള്ളവർക്കും അറിയാം, നമ്മൾ ലൈവ് റീഡിങ്ങിൽ ക്യാൻഡിൽ യൂസ് ചെയ്യാറുണ്ട്. ആ സമയത്തൊന്നും തന്നെ ഇങ്ങനെ ഒരു ലൈറ്റ് എനർജി ഉള്ളതായിട്ട് വന്നിട്ടുമില്ല. സോ ഇത് സെയിൻറ്റ് എക്സ്പേരിൻ്റെ റീഡിങ്, ബ്ലെസ്ഡ് റീഡിങ് ആയതുകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. സോ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും സെയിൻറ്റ് എക്സ്പേരിൻ്റെ സ്പെല്ല് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം ആയിട്ട് നിങ്ങളുടെ വിഷസ് ഗ്രാൻഡ് ചെയ്യും എന്നൊരു കാര്യം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറ്റും. വളരെ ഫാസ്റ്റായിട്ട് തന്നെ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരാനുള്ള അത്രയും പവർഫുള്ളായിട്ട് സ്പെല്ലാണ് സെയിൻറ്റ് എക്സ്പേരിൻ്റെ സ്പെല്ലെന്ന് പറയുന്നത്. സോ ആർക്കെങ്കിലും സെയിൻറ്റ് എക്സ് സ്പെല്ല് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. George, what is coming to me next week? Okay. What is coming to George? What is coming to George? What is coming to George? So I can see that there is a success is coming towards you, George, in the next week. A beautiful kind of energies is coming, success is coming, everything is coming towards your love life. Consultation എപ്പോൾ ഉണ്ടാവും? 28 ആറി, മനസ്സിലായില്ല. നസ്രീൻ, അനക്ക, മനോജ് 33, സജിൽ ഫീലിംഗ്സ് ഫോർ അനക, 6 months no contact. Okay, സജിൽ ഫീലിംഗ് ഫോർ അനക. ലെറ്റ് ഗോ എന്നൊരു കാർഡാണ് ഇവിടെ വന്നിരിക്കുന്നത്. അനക റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ആവുമോ എന്നൊരു കാര്യമാണ് കാർഡ്സിലൂടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനിയും മാർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്നാണ് വന്നിരിക്കുന്നത്. ഓക്കെ ജോർജ്, താങ്ക് യു. ലൈക്ക് നമ്പർ 30, ആനന്ദ് കൃഷ്ണ റിയൂണിയൻ ഉണ്ടാകുമോ? ആനന്ദ് കൃഷ്ണൻ്റെ സോൾമേറ്റ് ആണോ? ഉറപ്പായിട്ട് റിയൂണിയൻ ഉണ്ടാവുന്നതായിരിക്കും. പെർഫെക്റ്റ് ആയിട്ട് ടൈം, റൈറ്റ് ആയിട്ട് ടൈമിലായിരിക്കും റിയൂണിയന് വേണ്ടിയിട്ടുള്ള പോസിബിലിറ്റീസ് ഉള്ളത്. ചിന്നു 45, വിനോദ് ചേട്ടൻ എന്നോടുള്ള ഫീലിംഗ് സത്യമാണോ? വെയിറ്റ് ചെയ്താണെന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് വിനോദിൻ്റെ ഇൻറ്റൻഷൻ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി വ്യക്തമായി നോക്കുക. ആൾക്ക് സ്നേഹത്തിൻ്റെ പേരിലാണോ മറ്റെന്തെങ്കിലും ഇൻറ്റൻഷൻ, ഫിസിക്കലായിട്ടുള്ള നീഡ്സിന് വേണ്ടിയിട്ട് ആണോ നിൽക്കുന്നത് എന്നൊരു കാര്യം ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പോൾ ആൾ ട്രസ്റ്റ് ചെയ്യേണ്ടെന്നാണ് വന്നിരിക്കുന്നത്. ഷൈമോൻ 45, എന്നും എൻ്റെ കൂടെ ഉണ്ടാവുമോ? ഷാലിമ, ഷൈമോൻ ആൻഡ് ഷാലിമ, ഷൈമോൻ ആൻഡ് ഷാലിമ. ഓക്കെ, ഷൈമോൻ ആൻഡ് ഷാലിമ. സോ ഏഞ്ചൽസിനോട് തന്നെ ഡയറക്റ്റ് ചോദിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏഞ്ചൽസിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടൊരു റിപ്ലൈ കിട്ടുന്നതായിരിക്കും. ഓക്കെ ഓക്കെ, താങ്ക് യു ചിന്നു. സുനിത, എൻ്റെ ആൾ എന്നെ ഉടനെ വിളിക്കുമോ? എൻ്റെ കാത്തിരിപ്പിന് ഫലം ഉണ്ടാകുമോ? സുനിതയുടെ ആൾ കോണ്ടാക്ട് ചെയ്യുമോ? സുനിതയുടെ ആ പേഴ്സൺ കോണ്ടാക്ട് ചെയ്യുമോ? മേ ബി ചാൻസ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ. Srijala, Adul Raj, love me like pass with mentally and physically. Adul Raj lives your
So you have to choose a new direction. I can see that he is in a third party situation. He loves you but not in the same as the past. രജനി മാം, എനിക്ക് അറിയാനുള്ള ആൻസർ ഇതായിരുന്നു. 15 വിമൽ ചേട്ടൻ എന്നോട് ട്രൂ ഫീലിംഗ്. ഓക്കെ, രജനിയുടെ വിമൽ ചേട്ടനുള്ള ട്രൂ ഫീലിംഗ്. വിമൽ ചേട്ടനോട് ട്രൂ ഫീലിംഗ്. വിമൽ ചേട്ടൻ ആൻഡ് വിമൽ ആൻഡ് രജനി. സോ ആള് രജനെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ രജനിയോടുള്ള ഒരു കോണ്ടാക്റ്റ് ആൾ വെക്കുന്ന രജനിയിൽ നിന്ന് കുറച്ച് ഫിനാൻഷ്യൽ ആയിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് ആൾ നിൽക്കുന്നത്. കിച്ചാമണി ദ റണ്ണിങ് ഈഗിൾ, ലെഗ് നമ്പർ 16 ജോമോൻ ആണ് ഡിവൈൻ ഗൈഡൻസ്. ഇവിടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നൊരു കാർഡാണ് വന്നിരിക്കുന്നത്. ഹെൽത്ത് കുറച്ചുകൂടെ ശ്രദ്ധിക്കുക കേട്ടോ, ആ കാര്യമാണ് ഇവിടെ വന്നിരിക്കുന്നത്. സരിത മനോജ്. ഓക്കെ, സരിത മനോജ്. നമ്മളിവിടെ ക്യാനിൽ ബാണാവുന്നവരെ, ക്യാനിൽ തവിഞ്ഞു പോകുന്നവരെ റീഡിങ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇതുവരെ ഉള്ള ഒരു റീഡിങ്. ഓക്കെ, അതിനുശേഷം ക്വസ്റ്റ്യൻ കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ലൈവ് റീഡിങ് ചോദിക്കാവുന്നതാണ്. സോ സരിത ഇപ്പോൾ മനസ്സിൽ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് ആശങ്കയായിട്ട് സ്ട്രെസ്സായിട്ട് നടക്കുമെന്ന് ചിന്തയിരിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യം ഉറപ്പായിട്ട് നടക്കുമെന്നാണ് ഇവിടെ കാർഡ്സ് വന്നിരിക്കുന്നത്. സുജി എൻ്റെ ഗുഡ് ഫ്രണ്ടാണോ? ഒരു കാർഡ് എടുക്കുമോ? എസ് കാർഡാണ് വന്നിരിക്കുന്നത്. ഉറപ്പായിട്ട് നല്ല ഫ്രണ്ട് തന്നെയാണ് കേട്ടോ. അക്ഷിത ലൈക്ക് നമ്പർ 80 ഡാം ലവ്സ് മീ ഓർ നോട്ട്. എസ് കാർഡാണ് വന്നിരിക്കുന്നത് കേട്ടോ. അക്ഷിത, ഹി ലവ്സ് യു റിയലി. ഓക്കെ, സോ നമ്മൾ ക്യാനിലിവിടെ ബേണായിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ലൈവ് റീഡിംഗ് ഇവിടെ എൻഡ് ചെയ്യാണ്. സോ റീഡിങ് ഇതുവരെ വന്നിട്ടുള്ള എല്ലാവർക്കും താങ്ക് യു. അതേപോലെ തന്നെ എൻ്റെ എക്സ്പീരിയൻസ് ഡിവൈൻ ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കട്ടെ. അതേപോലെ പേഴ്സ് റീഡിങ് എടുക്കാൻ താല്പര്യമുള്ളവർ ഞാൻ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പർ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സ് റീഡിങ്ങിന് വേണ്ടിയിട്ട് 24 hours തന്നെ നിങ്ങൾക്ക് റീഡിങ് കിട്ടുന്ന പോസിബിൾ ആയിട്ടുള്ളതുകൊണ്ട് എക്സ്ട്രാ പേയ്മെൻറ്റ്. നിങ്ങൾക്ക് അൺലിമിറ്റഡ് ക്വസ്റ്റ്യൻസും ചോദിക്കാവുന്നതാണ്. സോ ആർക്കെങ്കിലും അത് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.